ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ട്വിങ്ക്ലിംഗ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ ലൊക്കോർണോ ഫെസ്റ്റിവലിനെ പറ്റിയും അവിടുത്തെ ലേക്കിനെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞേക്കുന്ന ലൊക്കോർണോ ലേക്ക്. ആ സിറ്റിയുടെ പേരാണ് ലൊക്കോർണോ. അവിടെ ഒത്തിരി ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടോ, ഒരു ഷിപ്പ് പോകുന്നുണ്ടോ, ചെറിയ ക്രൂയിസ് മാതിരിയുള്ള ഒരു ഷിപ്പാണ്. പിന്നെ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു വാക്കിംഗ് പാത്തുണ്ട്. അവിടെ കൂടെ നടക്കാൻ നല്ല രസമാണ്. ഒത്തിരിയും ടൂറിസ്റ്റുകളും ഒക്കെ വന്ന് അവിടെ ഇങ്ങനെ ഇതിൻ്റെ ഈ വാക്കിങ് ചെയ്യാറുണ്ട്. കണ്ടോ, സൈക്ലിങ് ഇതിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ആ ലേക്കിൻ്റെ അങ്ങേ സൈഡിലൊക്കെ കണ്ടില്ലേ, വീടുകളാണ്. അങ്ങനെ റിസോർട്ടുകളും വീടുകളും ഒക്കെ ഉണ്ട്. ഈ ലേക്കിൻ്റെ സൈഡിൽ വീടുകളൊക്കെ വെക്കാനായിട്ട് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അവിടുത്തെ സ്ഥലത്തിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് മേടിക്കാനായിട്ട്. കാരണം അത്രയ്ക്കും ഭംഗിയല്ലേ ഒരു ലേക്കിൻ്റെ സൈഡിലൊക്കെ എന്ന് പറയുമ്പം ഭയങ്കര രസമല്ലേ കാണാനൊക്കെ. ഇവിടെ കണ്ടോ, ഈ വാക്കിംഗ് പാത്തുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാനായിട്ട് ബെഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാർ സൈക്കിളിലൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ടാണ് ഈ ലൊക്കോർണോ ഫെസ്റ്റിവലും നടക്കുന്നത്. അത് എല്ലാ ഫ്രൈഡേയിലും ഇവിടെ ലൊക്കോർണോ ഈ ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് ഒരു ഫെസ്റ്റിവൽ നടക്കും. അവിടെ കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒത്തിരി ആളുകൾ വരും. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ ടേസ്റ്റ് ചെയ്യാം, നമുക്ക് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ പ്രാവശ്യത്തെ ലൊക്കോർണോ ഫെസ്റ്റിവലിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. മറ്റേ ഷാരൂഖ് ഖാൻ വരുന്ന ദിവസമായിരുന്നു ഞങ്ങൾ ചെന്നത്. അപ്പം ഷാരൂഖ് ഖാൻ വന്നത് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ്, രാത്രിയിലാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾ അതിന് മുന്നേ ഒക്കെ അങ്ങ് കണ്ടിട്ട് പോന്നു, സ്ഥലമൊക്കെ കണ്ടിട്ട് പോകുന്നത്. അപ്പോൾ അവിടുത്തെ പ്രോഗ്രാമും ഒക്കെ ആയിട്ട് രാത്രിയിൽ ഭയങ്കര പരിപാടികളൊക്കെയാണ് അവിടെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിൻ്റെ ഡെസ്റ്റിനേഷനാണിത്. ഇവിടെ നമ്മൾ ബോട്ടിങ് ചെയ്യാൻ പറ്റും. നടക്കാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഒത്തിരിയും ടൂറിസ്റ്റുകളാണ് കൂടുതലും ഇവിടെയൊക്കെ വരുന്നത്. പിന്നെ ഇവിടെയുള്ള താമസിക്കുന്നവർക്കൊക്കെ അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല. പക്ഷേ ടൂറിസ്റ്റുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഒത്തിരി ആൾക്കാർ വരും കാണാനായിട്ടും അവിടെ ഇരിക്കാനായിട്ടും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റുകളും ചെറിയ ഈ ഹട്ട്സ് മാതിരിയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഇനി അടുത്തത്. ഈ ലൊക്കോർണോ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ട്. അവിടെ അങ്ങേ സൈഡിൽ കണ്ടോ, ആൽപ്സാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഈ സൈഡുകളിൽ ഇങ്ങനെ വീടുകളും ഒക്കെ ഒത്തിരി ഉണ്ട്. ആൽപ്സിൻ്റെ സൈഡിൽ ലേക്കിലേക്കുള്ള വ്യൂ കിട്ടത്തക്ക രീതിയിലുള്ള വീടുകളാണ് അങ്ങനെ വെക്കുന്നത് അവർ. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ഇപ്പം ലൊക്കോർണോ ഫെസ്റ്റിവൽ നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പാർക്കും ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ വേണ്ട സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. താഴെ ഒക്കെ ഇരിക്കുക ആൾക്കാർ, അങ്ങനെയൊക്കെ ആണ് കേട്ടോ. ഒരു ക്ലീൻ സിറ്റിയാണ് കേട്ടോ അത്. അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലെ എല്ലായിടവും നല്ല ക്ലീനാണ്, നല്ല രസമാണ്. ആ കാണുന്ന ഇതാണ്, അവിടെയാണ് ഷാരൂഖ് ഖാൻ വരുന്നത്. അതിൻ്റെ സ്റ്റേജാണ്. ഇവിടെയാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് കേട്ടോ. ഒത്തിരി ആളുകളുണ്ട് കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. എല്ലാ ഫ്രൈഡേയിലും ഇവിടെ ഫെസ്റ്റിവൽ നടക്കാറുണ്ട്.
അപ്പം ഭയങ്കര തിരക്കൊക്കെയാണ്. ചെറിയ ചെറിയ ഇങ്ങനെ വണ്ടിയിലുള്ള കടകളും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ആ കടയിൽ നിന്നൊക്കെ നമുക്ക് ഭക്ഷണം മേടിച്ച് കഴിക്കാം. വെറൈറ്റി ഫുഡുകളൊക്കെയാണ്. ഓരോ രാജ്യത്തിൻ്റെയൊക്കെ അങ്ങനെ പല ഫുഡുകളും ഉണ്ട് ഇവിടെ. സ്വിറ്റ്സർലൻഡ് രാജ്യത്തിൻ്റെ ഉണ്ട്, അല്ലാതെ വേറെ പല ഫുഡുകളും ഒക്കെ ഉണ്ട്. വിദേശീയരൊക്കെ വരുന്നതല്ലേ, ഒത്തിരി ആൾക്കാർ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് അവർക്കും അവരുടെ ടേസ്റ്റിനുള്ള ഫുഡുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ് കേട്ടോ. ഇന്ത്യൻ ഫുഡുകൾ അങ്ങനെ ഇല്ല അവിടെ, അത്രയും അല്ല, ഫേമസ് അല്ല ഇന്ത്യൻ ഫുഡുകൾ. പിന്നെ ഇവിടെ ഷാരൂഖ് ഖാൻ രാത്രിയിലാണ് വരുന്നത്. അതിന് മുന്നേ ഈ സ്റ്റേജിൽ ഇങ്ങനെ മ്യൂസിക് പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ നടക്കും കേട്ടോ. പിന്നെ ഈ സൈഡിൽ, ഈ റോഡ് സൈഡിലും ഒക്കെ മ്യൂസിക് ഇങ്ങനെ ഗിറ്റാറും അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് വെറുതെ പാടുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ നടക്കണം കേട്ടോ. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമുക്ക് നല്ല ടയേർഡാവും നമ്മൾ, കാരണം ഒത്തിരി നടക്കാനുണ്ട് കാണാനായിട്ട്. ഇത് കണക്കത്തെ ഷോപ്പുകളാണ് നിറച്ച് സൈഡിലെല്ലാം. എന്താ വണ്ടിയിലൊക്കെ ഷോപ്പ് കണ്ടില്ലേ, അങ്ങനെയാണ്. ഇതാണ് ഫുഡിൻ്റെ, ഇതാണ് മൊത്തം. ഓരോരോ വണ്ടികൾ വന്ന് അവിടെ ഇട്ട് അതേ ഫുഡ് ഉണ്ട്. ഒരു ഫേമസ് സിറ്റിയാണ് സ്വിറ്റ്സർലൻഡിൽ, ഒരു ഫേമസ് സിറ്റിയാണ് ഈ ലൊക്കോർണോ എന്ന് പറയുന്നത്. അപ്പം അവിടെ അതുകൊണ്ടാണ് അവിടെ ഈ ഫ്രൈഡേയിൽ, എല്ലാ ഫ്രൈഡേയിലും ഇങ്ങനെ ഫെസ്റ്റിവൽ വെച്ചേക്കുന്നത്. ഉണ്ടോ, മൂൺ ആൻഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞുണ്ടോ, അതാണ് സ്റ്റേജ്. അവിടെയാണ് ഷാരൂഖ് ഖാൻ്റെ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ലൊക്കോർണോ സിറ്റിയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇവിടുത്തെ ലേക്കും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനലൊന്ന് നിങ്ങൾ സബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ. ചാനലിൽ കയറി ബാക്കി വീഡിയോസൊക്കെ കാണണേ. സ്വിറ്റ്സർലൻഡിലെ വീഡിയോസുകളൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.